സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടയ്ക്ക മസാലയാണ്. അതിന് വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെണ്ടയ്ക്ക ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അതിൽ തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച ശേഷം അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിനകത്തേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിനകത്തേക്ക് 2 വലിയ തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ കാഷ്യൂ പേസ്റ്റ് ഉണ്ടാക്കിയ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ മസാലയൊക്കെ ഒന്ന് ആ വെണ്ടയിൽ പിടിച്ചു വരുന്നവരെ കുറച്ച് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഭിണ്ടി മസാല ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.